ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഒരു വാനില പുഡിങ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. മിക്സ് വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയിരുന്ന ഒരു പുഡിങ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ സെയിം തന്നെ ചോക്ലേറ്റ് പുഡിങ്ങാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, അന്ന് നമ്മൾ വാനില പുഡിങ് ഉണ്ടാക്കിയിരുന്നത് ഈ ക്രസ്റ്റ് ആൻഡ് ക്രംബിൻ്റെ മിക്സ് വെച്ചിട്ടായിരുന്നു. അപ്പോൾ സെയിം തന്നെയാണ് നമ്മൾ ചോക്ലേറ്റ് പുഡിങ്ങിന് എടുത്തേക്കുന്നത്. അപ്പോൾ ഈ മിക്സ് നമുക്ക് ഓൺലൈനും അല്ലാതെയൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ അളവിലൊക്കെ നമ്മൾ മിൽക്ക് എടുക്കുക. അതിന് ശേഷം ഈ പൗഡർ നമ്മൾ ഇട്ട് കൊടുത്ത് അങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഇതേപോലെ ഒരൊറ്റ പാക്കാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഇനി നമ്മൾ അതിൽ പറഞ്ഞേക്കുന്ന പോലെ 500 ml മിൽക്ക് നമ്മൾ എടുത്തേക്കാണ് ബോയിൽ ചെയ്യാനായിട്ട് വെച്ചേക്കുവാണ്. അപ്പോൾ അത് ബോയിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ബോയിലായ ശേഷമാണ് നമ്മൾ ഇതിലേക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറയുന്നത്. അപ്പം നമ്മൾ നേരിട്ട് അതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ട പിടിക്കുമെന്ന് ഉള്ള സംശയം കൊണ്ട് നമ്മളിത് വേറൊരു പാത്രത്തിലോട്ട് ആദ്യം പൗഡർ ഇട്ടിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. അങ്ങനെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ നമ്മൾ കുറച്ച് പാലെടുത്ത് ഇതേപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചു. ഇനി ഇത് നമുക്ക് മൊത്തത്തിൽ നമ്മുടെ 500 ml മിൽക്ക് നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്നുകൂടെ ഒന്ന് തിളച്ചിട്ട് നമുക്ക് നേരെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാനാണ്, ചൂടോടാണ് നമ്മൾ ഒഴിക്കേണ്ടതും. അപ്പം ഇതേപോലെ ഒരു സ്റ്റീൽ പാത്രമോ ബൗളോ എന്തെങ്കിലും നമ്മൾ എടുക്കുക. അപ്പോൾ ഇതൊന്ന് തണുക്കണം, തണുത്തിട്ടേ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒന്ന് തണുക്കട്ടെ. അപ്പോൾ ഇത് ഒന്ന് തണുത്ത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് നേരെ ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഇത് നമ്മൾ രാത്രിയിലാണ് ഉണ്ടാക്കുന്നത്. രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് നമ്മൾ അടുത്ത ദിവസം എടുക്കുന്ന പോലെയാണ് നമ്മൾ വെക്കുന്നത്. അതിൽ 1 hourന്നേ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് അങ്ങനെ വേണേലും 1 മണിക്കൂർ കഴിയുമ്പോൾ എടുത്ത് നോക്കാം. അപ്പോൾ അത് അടുത്ത ദിവസമായി നമ്മളപ്പം എടുക്കാൻ പോവാണ്. നമ്മൾ ആ പാത്രത്തിൻ്റെ മുകളിൽ തന്നെ ഫോയിൽ പേപ്പറൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അടച്ചു വെച്ചിരുന്നത്. അപ്പോൾ നല്ലോണം സെറ്റായിട്ടുണ്ടായിരിക്കും. നമുക്ക് എന്തായാലും ഇത് തുറന്ന് നോക്കാം. അപ്പോൾ ഈ ഫോയിലൊക്കെ നമ്മൾ ആദ്യം മാറ്റുവാണ്. ഇത് വെക്കണം നിർബന്ധമൊന്നുമില്ല, നമ്മൾ കയ്യിലുണ്ടായിരുന്നോണ്ട് ചുമ്മാ ഒന്ന് വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അത് നല്ല രീതിയിൽ പുഡിങ് എങ്ങനെയാണോ ഇരിക്കുന്നത് ആ രീതിയിലേക്ക് നമ്മുടെ ചോക്ലേറ്റ് പുഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മുറിച്ച് നോക്കാം. അപ്പോൾ ഗൈസ്, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഒരു ചോക്ലേറ്റ് പുഡിങ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ അതുവരെയും ബൈ.